നമസ്കാരം, ഞാൻ ഡോക്ടർ വിദ്യാ വിമൽ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിലർക്കൊക്കെ കാര്യമായ ഒരു ആരോഗ്യ പ്രശ്നമാണ് മലബന്ധം. ഈ ഒരു ആരോഗ്യ പ്രശ്നം ദീർഘകാലമാകുമ്പോൾ ചില കുട്ടികളിലൊക്കെ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടേണ്ടി വരാറുണ്ട്. അതായത് ചില കുട്ടികളിലൊക്കെ അവർ കളിക്കാൻ പോകുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അവരുടെ അടിവസ്ത്രങ്ങളിൽ മലം പറ്റുകയും കുഞ്ഞിനത് വളരെയധികം മാനസിക ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യാറുണ്ട്. ചില പേരൻസൊക്കെ ഇത് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം പലപ്പോഴും ഡോക്ടറെ കാണുമ്പോൾ കുറച്ച് നാളത്തേക്ക് സിറപ്പ് കഴിക്കും, അപ്പോൾ ഈ പ്രശ്നം മാറി നിൽക്കും, പിന്നെയും ഈ പ്രശ്നം വരും. കുഞ്ഞിനത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. ചില കുട്ടികളൊക്കെ കളിക്കാൻ പോലും വിമുഖത കാണിച്ച് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യവും ചിലപ്പോഴൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങളിൽ വളരെയധികം മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ ഒരു പ്രശ്നത്തിനെ പറയുന്നതാണ് എൻഗോപ്രസിസ് എന്ന അവസ്ഥ. അതായത് മലബന്ധം ദീർഘകാലമാവുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് എൻഗോപ്രസിസ് എന്ന് പറയുന്നത്. ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ, ദീർഘകാല മലബന്ധം ഗുരുതരമാവുമ്പോഴാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. എന്താണ് ഈ ഒരു എൻഗോപ്രസിസ് എന്ന് പറയുന്ന അവസ്ഥ? കുഞ്ഞുങ്ങളിൽ നമുക്കറിയാം, കുട്ടിക്കാലത്ത് നമ്മൾ പോട്ടി ട്രെയിനിങ് ചെയ്ത് കുഞ്ഞുങ്ങൾ ടോയ്ലറ്റിലൊക്കെ പോയി കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഇല്ലാതെ നോർമലായി പോകുന്ന കുഞ്ഞുങ്ങളും ഉണ്ട്. പക്ഷെ ചില കുട്ടികളിലൊക്കെ കുട്ടിക്കാലം മുതലേ തന്നെ ടോയ്ലറ്റിൽ പോകാൻ മടി, ടോയ്ലറ്റിൽ പോകത്തില്ല. അതുപോലെ പോവുകയാണെങ്കിൽ വളരെയധികം ഹാർഡായിട്ടായിരിക്കും പോകുന്നത്. കുറേ കാലം ഭക്ഷണത്തിൽ നമ്മൾ പരീക്ഷണങ്ങളൊക്കെ നടത്തും, പിന്നെ കുറച്ച് കാലം കുറേ മരുന്നുകൾ കഴിക്കും. പക്ഷെ എന്നാൽ ഈ ഒരു ആരോഗ്യ പ്രശ്നം മാറാതെ നിൽക്കും. നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, നമ്മൾ മലബന്ധം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഹാർഡ് സ്റ്റൂൾ. കുഞ്ഞിന് മലം പോകുന്നത് വളരെ കട്ടിയായിട്ടാണ്. കട്ടിയായിട്ട് പോകുമ്പോൾ വേദന വരുമ്പോൾ അവന് നോർമലായിട്ട് പോകത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? നമ്മൾ മലബന്ധം ഉണ്ടാകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യം അത് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം എങ്ങനെയാണ് നോർമലായി പോകുന്നത് മനസ്സിലാക്കണം. വൻകുടലിൽ മലം വന്ന് കിടക്കുമ്പോൾ അവിടുത്തെ ഉള്ള നെർവ്സ് ആ സിഗ്നൽ ബ്രെയിനിൽ കൊണ്ടുപോയും നോർമലായിട്ടുള്ള ഡീഫിക്കേഷൻ പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യുകയും ചെയ്യും. പക്ഷേ കുറച്ച് ദിവസമായിട്ട് മലം പോവാതെ കെട്ടിക്കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ മലം പോവാതിരിക്കുമ്പോൾ അവിടെ ഹാർഡാവും, സ്റ്റൂള് ഹാർഡാവും. അതിന് കാരണം എന്താണ്? വൻകുടല വെള്ളം വലിച്ചെടുക്കുകയും മലം ഹാർഡാവുകയും വേദന ഉണ്ടാകുമ്പോൾ ബ്രെയിനിൽ ആ സിഗ്നൽ ചെല്ലുമ്പോൾ ബ്രെയിൻ ആ ഒരു പ്രോസസ്സിനെ നിർത്തിവെക്കാനാണ് ആവശ്യപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ കുഞ്ഞ് ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുക. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ മുക്കുന്നതായിട്ട് കാണുന്നത്, സ്ട്രെയിൻ ചെയ്യുന്നതൊക്കെ അവൻ മലബന്ധം ഹോൾഡ് ചെയ്യുന്നതാണ്, ആ ഒരു മലം ഹോൾഡ് ചെയ്യുന്നതാണ് ആ ഒരു പ്രോസസ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ദീർഘകാല മലബന്ധം വേദന ഉണ്ടാക്കുകയും വേദന കാരണം കൂടുതൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഈ ഒരു മാറ്റമുണ്ട്, ഈ പ്രശ്നത്തിനൊരു മാറ്റം ദീർഘകാലമാകുമ്പോൾ ഉണ്ടാവാതിരിക്കുമ്പോൾ അവിടെ മലം അഴുകി ആ ലിക്വിഫൈഡ് ആയിട്ട് ഉള്ള സ്റ്റൂൾസ് നിക്കറിൽ പറ്റില്ലെങ്കിൽ അവരുടെ അടിവസ്ത്രത്തിൽ പറ്റുകയാണ് ചെയ്യുന്നത്. ഇത് കറക്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്കത് വളരെയധികം മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിന് ശരിയായ ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ശരിയായ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ടോയ്ലറ്റ് ട്രെയിനിങ് കൃത്യമായി വേണം. അതുപോലെ മലം സോഫ്റ്റ് ആയിട്ട് പോകണം. ഭക്ഷണം നല്ല ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ തന്നെ നല്ല ഫിസിക്കൽ ആക്ടിവിറ്റി വേണം. പലപ്പോഴും മടി പിടിച്ചിരിക്കുന്ന കുഞ്ഞുങ്ങളിൽ ഈ ഒരു പ്രശ്നമുള്ളതായി കാണാറുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് മരുന്നിൻ്റെ സപ്പോർട്ട് വേണം. അപ്പോൾ മരുന്ന് എന്താണ്? പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ പോലുള്ള മരുന്നുകളാണ് കൊടുക്കേണ്ടത്. ദീർഘകാലം കഴിക്കാമോ? പല പേരൻസിൻ്റെയും ചോദ്യമാണ്. ഇങ്ങനെയുള്ള മരുന്നുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നത് ശരിയാണ്? ഇതൊരു സ്റ്റൂൾ സോഫ്റ്റ്നറാണ്. മലം പോകുന്നത് സോഫ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ പല കുട്ടികൾക്കും പോകുന്നത് ആട്ടിൻകാട്ടം പോലെയോ അല്ലെങ്കിൽ ഹാർഡായിട്ടാണോ പോകുന്നത്. അങ്ങനെയല്ല പോകേണ്ടത്. എല്ലാ ദിവസവും പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ ദിവസവും പോകുന്നുണ്ട്. പക്ഷേ ഹാർഡായിട്ട് 1-2 സ്റ്റൂളാണ് കുഞ്ഞുങ്ങൾക്ക് പോകുന്നത്. അങ്ങനെയല്ല പോകേണ്ടത്. നോർമലായിട്ട് സോസേജ് പോലെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റൂളാണ് കുഞ്ഞുങ്ങൾ പാസ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന മരുന്നാണ് പോളിയെത്തിലീൻ ഗ്ലൈക്കോൾ എന്ന മരുന്ന്. അപ്പോൾ ഈ മരുന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന കാലയളവ് അത്രയും കുടിക്കുക. അത് കൊടുത്തിട്ട് വളരെ സ്ലോലി മാത്രം മരുന്ന് ടേപ്പർ ചെയ്ത് നിർത്തേണ്ടതാണ്. അപ്പോൾ അതിനുള്ള ചികിത്സ നിങ്ങൾ ഡോക്ടറോട് സംസാരിച്ച് അത് കറക്റ്റായിട്ട് എടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഈ പ്രശ്നം തീർച്ചയായിട്ടും ഈ ഒരു മാർഗത്തിലൂടെ മാറുന്നതായിരിക്കും.